വെൽക്കം ടു wildmallow. 2024 ഒക്ടോബർ മാസം 15-ാം തീയതി PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ വർഷത്തെ നോബൽ സമ്മാന ജേതാക്കൾ. വൈദ്യശാസ്ത്രം അമേരിക്കൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള വിക്ടർ അംബ്രോസും ഗാരി റൗക്കനും കൂടെയാണ് വൈദ്യശാസ്ത്ര പുരസ്കാരം പങ്കിട്ടത്. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനായിരുന്നു പുരസ്കാരം. അമേരിക്കൻ ശാസ്ത്രജ്ഞരായിട്ടുള്ള വിക്ടർ അംബ്രോസും ഗാരി റൗക്കനും കൂടിയിട്ടാണ് പുരസ്കാരം പങ്കിട്ടത് മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിന്. ഭൗതികശാസ്ത്രത്തിൽ ജോൺ ഹോഫീൽഡ്, ജെഫ്രി ഹിൻഡൺ എന്നിവരാണ് പുരസ്കാരം പങ്കിട്ടത്. നിർമ്മിത ബുദ്ധിക്ക് ആധാരമായ കണ്ടുപിടുത്തത്തിനായിരുന്നു പുരസ്കാരം. ജോൺ ഹോഫീൽഡിനും ജെഫ്രി ഹിൻഡണും. രസതന്ത്രത്തിൽ ഡേവിഡ് ബേക്കർ, ജോൺ ജംബർ, ഡെമിസ് ഹസബീസ് എന്നിവരാണ് പുരസ്കാരം പങ്കിട്ടത്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ എന്നതിനായിരുന്നു പുരസ്കാരം. ഡേവിഡ് ബേക്കർ, ജോൺ ജംബർ, ഡെമിസ് ഹസബീസ് ആണ് പുരസ്കാരം പങ്കിട്ടത്. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ, പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ എന്നതിനായിരുന്നു പുരസ്കാരം. സാഹിത്യത്തിൽ നോബൽ പ്രൈസ് കിട്ടിയത് ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയായിട്ടുള്ള ഹാൻകാങ്ങിനായിരുന്നു. സാഹിത്യത്തിൽ ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയായിട്ടുള്ള ഹാൻകാങ്ങിനായിരുന്നു പുരസ്കാരം. സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയായിട്ടുള്ള നിഹോൺ ഹിഡാൻകോയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയായിട്ടുള്ള നിഹോൺ ഹിഡാൻകോയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ആണവായുധ മുക്തമായ ലോകത്തിനായിട്ടുള്ള പ്രവർത്തനമായിരുന്നു ആ സംഘടനയുടേത്. മുൻ PSC അംഗം ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിച്ചു. മുൻ PSC അംഗമായിട്ടുള്ള ഡോക്ടർ ജിനു സക്കറിയ ഉമ്മനെ ഭക്ഷ്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിച്ചു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അതായത് INSന്റെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് MV ശ്രേയാംസ് കുമാറിനെയാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ പുതിയ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് MV ശ്രേയാംസ് കുമാറിനെയാണ്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രസിഡന്റായിട്ട് ഇൻഫോസിസ് സഹസ്ഥാപകനായിട്ടുള്ള ക്രിസ് ഗോപാലകൃഷ്ണനെയാണ് നിയമിച്ചത്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രസിഡന്റായിട്ട് ഇൻഫോസിസിന്റെ സഹസ്ഥാപകനായിട്ടുള്ള ക്രിസ് ഗോപാലകൃഷ്ണനെ നിയമിച്ചു. ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചു. ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചു. നാറ്റോയുടെ സെക്രട്ടറി ജനറലായിട്ട് മാർക്ക് റൂട്ട് ചുമതലയേറ്റു. നാറ്റോയുടെ സെക്രട്ടറി ജനറലായിട്ട് മാർക്ക് റൂട്ട് ചുമതലയേറ്റു. ജപ്പാൻ പ്രധാനമന്ത്രിയായിട്ട് ഷിഗേരു ഇഷിബയാണ് ചുമതലയേറ്റത്. ജപ്പാൻ പ്രധാനമന്ത്രിയായി ഷിഗേരു ഇഷിബ ചുമതലയേറ്റു. ട്യൂണീഷ്യൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൈസ് സയ്യിദാണ്. ട്യൂണീഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് കൈസ് സയ്യിദാണ്. ആസിയാൻ ഇന്ത്യ കിഴക്കനേഷ്യ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാവോസിലെത്തി. ഇന്ത്യയിൽ ദയാവധം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രതിവിധി കണ്ടെത്തി ചൈന. ആലപ്പുഴ പുന്നമട കായലിൽ നടന്ന 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ കാരിച്ചാൽ ജേതാവായി. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടന്ന 70ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ കാരിച്ചാലാണ് ജേതാവായത്. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ഡെയ്ൻ ബ്രോവോ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം ആന്ത്വാൻ ഗ്രീസ്മൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. സ്പാനിഷ് താരം റാഫേൽ നഡാൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 3 പേരാണ് സ്പോർട്സിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ക്രിക്കറ്റിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ആയിട്ടുള്ള ഡെയ്ൻ ബ്രോവോയും ഫുട്ബോളിൽ നിന്ന് ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസം ആന്ത്വാൻ ഗ്രീസ്മനും ടെന്നീസിൽ നിന്ന് സ്പാനിഷ് താരം റാഫേൽ നഡാലുമാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയായിട്ടുള്ള വിറ്റ്നസ് അഥവാ സാക്ഷി പ്രസിദ്ധീകരിച്ചു. സാക്ഷി മാലിക്കിന്റെ ആത്മകഥയാണ് സാക്ഷി അഥവാ വിറ്റ്നസ്. അത് പ്രസിദ്ധീകരിച്ചു. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക്. ഗുസ്തിയിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക്.
ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ നടന്ന മൂന്നാം ട്വന്റി ക്രിക്കറ്റിൽ 40-ാം പന്തിൽ സെഞ്ചുറി തികച്ച മലയാളി ബാറ്റർ സഞ്ജു സാംസൺ 2020-ലെ ഏറ്റവും വേഗമേറിയ 4-ാം ശതകം കുറിച്ചു. ഈ മാസത്തിൽ അന്താരാഷ്ട്ര ട്വന്റിയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ ഇന്ത്യ കണ്ടെത്തി. 297 ആയിരുന്നു സ്കോർ. 2020-ലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറും ഇതാണ്. മംഗോളിയക്കെതിരെ നേപ്പാൾ നേടിയ 314 റൺസാണ് 2020-ലെ ഏറ്റവും ഉയർന്ന സ്കോർ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 50, 100, 150, 200, 250 റൺസുകൾ നേടിയതിന്റെ റെക്കോർഡ് ഇന്ത്യ സ്വന്തമാക്കി. കാൺപൂരിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിലാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ടെസ്റ്റ് പരമ്പര 2-0 ഇന്ത്യ സ്വന്തമാക്കി. ശ്രീലങ്കൻ ബാറ്റർ കമിന്ദു മെൻഡിസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 13 ഇന്നിംഗ്സിൽ നിന്ന് 1000 റൺസ് തികച്ച് ഇതിഹാസ താരം ബ്രാഡ്മാനൊപ്പമെത്തി. ശ്രീലങ്കൻ ബാറ്ററായിട്ടുള്ള കമിന്ദു മെൻഡിസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 13 ഇന്നിംഗ്സിൽ നിന്ന് 1000 റൺസ് തികച്ച് ഇതിഹാസ താരമായിട്ടുള്ള ബ്രാഡ്മാനുമൊപ്പം എത്തി. കമിന്ദു മെൻഡിസ്. പ്രമുഖ വ്യവസായിയും ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാനുമായിരുന്ന രത്തൻ ടാറ്റ അന്തരിച്ചു. നോയൽ ടാറ്റയെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുത്തു. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നീ ഭാഷകൾക്ക് കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി പുതിയതായിട്ട് ലഭിച്ചു. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, അസമീസ് എന്നീ 5 ഭാഷകൾക്ക് കൂടിയിട്ടാണ് ശ്രേഷ്ഠ ഭാഷാ പദവി പുതിയതായിട്ട് ലഭിക്കുന്നത്. ഇതുവരെ തമിഴ്, മലയാളം, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, ഒഡിയ എന്നീ 6 ഭാഷകൾക്കായിരുന്നു ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരുന്നത്. അപ്പൊ ഇതോടെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11 ആയി. തമിഴിനായിരുന്നു ആദ്യമായിട്ട് ശ്രേഷ്ഠ ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നത്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രമുഖ നടൻ മിഥുൻ ചക്രവർത്തിക്കാണ് ലഭിച്ചത്. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായിട്ടുള്ള ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം പ്രമുഖ നടൻ മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചു. ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിലിനാണ്. ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിലിനാണ്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. ഈ വർഷത്തെ വയലാർ സാഹിത്യ അവാർഡ് അശോകൻ ചരുവിലിനാണ്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം. രാജ്യത്തിന്റെ അഭിമാന പുരസ്കാരമായ സരസ്വതി സമ്മാൻ മലയാളത്തിന്റെ പ്രിയ കവി പ്രഭാവർമ്മയ്ക്കാണ് ലഭിച്ചത്. പുരസ്കാരം നൽകിയത് ജ്ഞാനപീഠം ജേതാവ് ഡോക്ടർ ദാമോദർ മൗജോ ആണ്. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരം കേരളത്തിൽ നിന്ന് അർഹത നേടിയത് കടലുണ്ടി, കുമരകം പഞ്ചായത്തുകളാണ്. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് പുരസ്കാരങ്ങൾക്ക് കേരളത്തിൽ നിന്ന് കടലുണ്ടി, കുമരകം പഞ്ചായത്തുകൾ അർഹത നേടി. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ 2023 അവാർഡിന് അധ്യാപകനും ഭാഷാ പണ്ഡിതനും ഭാഷാ ഗവേഷകനുമായിട്ടുള്ള വട്ടപ്പറമ്പിൽ പീതാംബരനാണ് അർഹത നേടിയത്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ 2023 പുരസ്കാരം വട്ടപ്പറമ്പിൽ പീതാംബരനാണ് അർഹത നേടിയത്. 2023 NV സാഹിത്യ പുരസ്കാരത്തിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് ആണ് അർഹത നേടിയത്. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്രഗാഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. 2023 NV സാഹിത്യ പുരസ്കാരത്തിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് അർഹത നേടി. ചരിത്രം വെളിച്ചത്തിലേക്ക് ശ്രീചിത്രഗാഥ എന്ന കൃതിക്കാണ് പുരസ്കാരം. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയായിട്ടുള്ള ഇന്ദ്രധനുസിനാണ് കിട്ടിയത്. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് അവാർഡ് നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥയായിട്ടുള്ള ഇന്ദ്രധനുസിനാണ് കിട്ടിയത്. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് ലഭിച്ചത്. വയലാർ സാംസ്കാരിക വേദിയുടെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ് ലഭിച്ചത്. ബ്ലൂബർഗ് പ്രസിദ്ധീകരിച്ച അതിസമ്പന്നരുടെ പട്ടിക പ്രകാരം സ്പേസ് എക്സ്, ടെസ്ല, എക്സ് മേധാവി ഇലോൺ മസ്ക് ആണ് ലോകസമ്പന്നൻ ഇലോൺ മസ്ക് ആണ്. പട്ടികയിൽ 14-ാം സ്ഥാനത്തുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ അതിസമ്പന്നൻ മുകേഷ് അംബാനിയും ലോകസമ്പന്നൻ ഇലോൺ മസ്കുമാണ്. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം നാസ കണ്ടെത്തി. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായിട്ടുള്ള ഷാരോണിൽ കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം നാസ കണ്ടെത്തി. സൂര്യന് സമീപമുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ബെർണാഡ് ബി എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി. സൂര്യന് സമീപത്തുള്ള
ബർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ബർണാഡ് ബി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻലയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻലയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 4300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനി കൂടിയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻലയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 4300 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദൂരദർശിനി ലോകത്തിലെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനി കൂടിയാണ്. പ്രശസ്ത സിനിമാ സീരിയൽ നടൻ TP മാധവൻ അന്തരിച്ചു. ഗണിതശാസ്ത്രജ്ഞൻ ഡോക്ടർ MSD നമ്പൂതിരി അന്തരിച്ചു. അപ്പോൾ ഇത്രയും കണ്ടന്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.